അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൗഷാദേ, ഇതുകൊണ്ടൊന്നും കൈസു അതിലോർക്കൂല. ഈ ജാതി ഒന്നും ഇജ്ജ് കൊടുത്തിട്ട് കാര്യമില്ല. ഇതുകൊണ്ടൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പേടിയില്ല. ഇജ്ജ് പലതും വിടേണ്ടി വരും, പലതും ഇജ്ജ് കേട്ട് വിട്ടൂടി അങ്ങായി. ഇജ്ജ് വിട്, എൻ്റെ അടുത്ത് എന്തൊക്കെയുള്ള വെച്ചാൽ വിട്. എൻ്റെ അടുത്ത് ഉള്ളത് വിടാനുള്ള എന്താന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. മോൻ നമ്മളെ പറഞ്ഞ ഭീഷണിപ്പെടുത്തുക, ഓൻ്റെ ഭീഷണി ഒന്നും കൂടി കേൾക്കാം നമുക്ക്. സോഷ്യൽ മീഡിയയിൽ മശായിഖന്മാർക്കെതിരെ കുതിര കയറുകയാണെങ്കിൽ ഞങ്ങൾ എടുത്തു വച്ച ചില ക്ലിപ്പുകൾ ഞങ്ങൾക്ക് വിടേണ്ടി വരും. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. ഇജ്ജ് എടുത്ത ക്ലിപ്പുകളൊക്കെ വിട്ടു. ഇജ്ജ് ഞങ്ങളെ മേത്തേക്ക് ശൈത്താനെ വിടഴിഞ്ഞാൽ മതി, ശൈത്താനെ വിടഴിഞ്ഞാൽ മതി. ഇജ്ജ് എടുത്ത ക്ലിപ്പൊക്കെ വിടേ, ശൈത്താനെ വിടഴിഞ്ഞാൽ മതി. ഇജ്ജ് ശൈത്താനെ വിട്ടാലും ഞങ്ങൾക്ക് അതിൽ ബേജാറൊന്നും ഇല്ല കേട്ടോ. കാരണം എന്തുകൊണ്ട് വെച്ചാൽ ഞങ്ങൾ ഈ കടന്ന് ചാകണത് ഇതുമെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എൻ്റെ ഈ കള്ളത്തരം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇജ്ജ് ലോക കള്ളനാണ്, ലോക കള്ളന്മാരൊപ്പമാണ് ഉള്ളത് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതന്നെയാണ് ഇതുകൊണ്ടുള്ള ലക്ഷ്യം. പറയട്ടെ ബാക്കി. ഞാൻ ആമുഖം പറയുന്നത് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമായിരിക്കും. അങ്ങനെ താങ്ങാൻ കഴിയാത്ത ക്ലിപ്പൊന്നും എൻ്റെ അടുത്തില്ല. കാരണം എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ അങ്ങനെ പാത്തക്കൂല. എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ അങ്ങനെ പാത്തക്കൊന്നുമില്ല. ഇപ്പൊ കൊണ്ടുവരുന്നുണ്ടല്ലോ, ഓരോന്ന് എടുത്തു കൊണ്ടുവരുന്നുണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ അടുത്തുള്ള ക്ലിപ്പ് ഏതാ നിങ്ങൾ? പിന്നെ മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, ചെറുശ്ശേരി ഉസ്താദ്, കോഴിക്കോട് ബേപ്പൂര് ഖാദി, ഇതുപോലത്തെ ആളുകളൊക്കെ കോമാണ്ടിൻ്റെ അടുത്തേക്ക് സുലൈമാനിൻ്റെ അടുത്തേക്ക് ചെന്ന കാര്യം. സുലൈമാനിൻ്റെ അടുത്തേക്ക് ചെന്ന ആ വീഡിയോ ഒക്കെയാണ് ഇപ്പോൾ വിടുന്നത്. അതിൻ്റെ അവിടെയും പടിയൊക്കെ വിടുന്നത്. ആ സംഗതി എന്താണെന്ന് വെച്ചാൽ അവിടെ മടവൂര് CM വലിയുള്ളാൻ എന്തോ പരിപാടി ഉണ്ടായിക്കണ്. ആണ്ടെന്തോ പരിപാടി നടത്തുക. ആ പരിപാടിയിലേക്ക് പിന്നെ പൊതുപരിപാടി നടക്കുമ്പോൾ ആ പരിപാടിയിലേക്ക് ഉമർ അലി ശിഹാബ് തങ്ങളെ ക്ഷണിച്ചിക്കണ്, ചെറുശ്ശേരി ഉസ്താദിനെ ക്ഷണിച്ചിക്കണ്, ഇതുപോലെ വേപ്പൂര് ഖാദിനെ ക്ഷണിച്ചിക്കണ്, ഇതുപോലത്തെ വലിയ വലിയ ആളുകളൊക്കെ ക്ഷണിച്ചിക്കണ്. ഇവർ സർവ്വസാധാരണ ഒരു പരിപാടിയിലേക്ക് ചെല്ലുമ്പോൾ ആ പരിപാടി നടത്തുന്നത് ആരാണെങ്കിൽ അവരുമായി കൊണ്ട് ബന്ധപ്പെടാതിരിക്കുമോ? അവരുമായി ബന്ധപ്പെടും, അവരുമായി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യും, അവരുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് പോരും. അതൊക്കെ ഒരു സമയത്തുണ്ടാണ് തന്നെയാണല്ലോ. അത് ഉറപ്പല്ലേ? ഇബിലീസും അങ്ങനെ തന്നെ അല്ലായിരുന്നു. ഇബിലീസ് ആരായിരുന്നു? ഇബിലീസ് സുജൂദ് ചെയ്യാത്തൊരു മണൽത്തരി അള്ളാന്റെ ലോകത്തുണ്ടോ, ഉലകത്തിലുണ്ടോ? അത്രയും വലിയ ആബിദല്ലായിരുന്നോ? സംഗതി ഓൻ കിബിറ് കാണിച്ചു. സംഗതി ഓൻ എന്ത് ചെയ്തു? പേച്ചു പോയപ്പോൾ പിന്നെ നമുക്ക് ഓനൊന്നിനും പറ്റൂല, ആട്ടിവിട്ടു. ഇതന്നെ എല്ലായിടത്തും സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഓൻ്റെ അടുത്തുള്ള ക്ലിപ്പ് ഓൻ പറ്റേ, ഓൻ്റെ ക്ലിപ്പിന് കൊണ്ടിട്ട് ഉമർ അലി ശിഹാബ് തങ്ങൾ ചെല്ലുന്ന ക്ലിപ്പ് കണ്ടോളി. ഉമർ അലി ശിഹാബ് തങ്ങൾ പാണക്കാട് കുടുംബത്തിലെ കാരണവർ അവരെ സമീപിച്ചില്ലേ? അന്ന് EK ഉസ്താദിന്റെ നിർദ്ദേശത്തിലാണ് അവരവിടെ വരുന്നത്. ഇവന്റെ ഒച്ചപ്പാടും കേട്ടാ കരുതി ഷംസുൽ ഉലമ EK ഉസ്താദിന് ഔഷാദിന് വിളിച്ചിട്ടുണ്ട്. അന്നും അവൻ്റെ ഉമ്മാനെ കെട്ടിച്ചിട്ടില്ല. അതിൻ്റെ മുന്നത്തെ പരിപാടികൾ അതൊക്കെ. കാരണം ആ ചെങ്ങായി ഒരു ചെറുപ്പക്കാരനാണ്. സുലൈമാൻ ബാബ പറഞ്ഞ ആൾ ചെറുപ്പക്കാരൻ ചെങ്ങായിയാണ്. താടിയും മുടിയൊക്കെ കണ്ട് പിന്നെ നല്ലോണം കറുത്തിട്ട് പിന്നെ നല്ലൊരു ചെറുപ്പക്കാരനാണെന്ന്. അന്ന് അവിടെ മടവൂരിൻ്റെ പരിപാടി നടക്കുകയാണ്. മടവൂരിൻ്റെ പരിപാടിയിലേക്ക് ക്ഷണിച്ചതാട്ടോ. കണ്ടോളി. ഉമർ അലി തങ്ങൾ വന്ന രംഗം. ഉമർ അലി ശിഹാബ് തങ്ങൾ അവിടെ വന്നിട്ടില്ലേ? ആ കാലത്ത് അന്നു തന്നെ സംസാരിക്കുന്നവരോട് ഇതന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് അവിടുത്തെ പരിപാടിയിൽ അവർ പ്രസംഗിക്കുന്നുണ്ട്. ചെറുശ്ശേരി ഉസ്താദ് അങ്ങനെ വെറുതെ പോണ ആളാ ചെറുശ്ശേരി ഉസ്താദ്. ഉമർ അലി ശിഹാബ് തങ്ങൾ പ്രസംഗിക്കണ കണ്ടില്ല ഞങ്ങള്? ഉമർ അലി ശിഹാബ് തങ്ങൾ പ്രസംഗിക്കണേ അവിടെ ചെന്നു. അത് സർവ്വസാധാരണല്ലേ? ഞാൻ എൻ്റെ അടുത്തൊരു പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പരിപാടിയിൽ എൻ്റെ വീട്ടിൽ വരൂലേ? എൻ്റെ വീട്ടിൽ ഭക്ഷണമാണെങ്കിൽ എൻ്റെ വീട്ടിലായിരിക്കും ഭക്ഷണം ഉണ്ടാക്കുക. അവിടെ എല്ലാ പണ്ഡിതന്മാരും വരും, എല്ലാ മൂല്യന്മാരും വരും. അവിടെ ക്ഷണിച്ച ആളുകൾ, അതിഥികളായ ആളുകളൊക്കെ വരും. പിന്നെ ഉമർ അലി ശിഹാബ് തങ്ങൾ അതിഥിയാണ്. ആ അതിഥിയായ ഉമർ അലി ശിഹാബ് തങ്ങൾ അവിടെ പേരി ചെന്നു. അവിടെ വന്നില്ലേ എന്ന് ഇവൻ പറയുന്ന മാതിരി പറയണമെങ്കിൽ എന്തുവാണെന്നറിയാം? അതിനായിട്ട് പോകണം. അതിനായിട്ട് ഉമർ അലി ശിഹാബ് തങ്ങൾ അവിടെ വന്നിട്ടുണ്ടോ? എടുക്ക് വീഡിയോ ഉണ്ടെങ്കിൽ എടുക്ക്. ഉമർ അലി ശിഹാബ് തങ്ങൾ സുലൈമാൻ ബാബനെ മാത്രം കാണാനായിട്ട് വന്ന വീഡിയോ ഉണ്ടെങ്കിൽ എടുക്കണോ? ചെറുശ്ശേരി ഉസ്താദ് വന്നില്ലേ? വന്നവിടെ വഴുതു പറഞ്ഞില്ലേ?
ചെറുശ്ശേരി ഉസ്താദ് വെറുതെ വരുമോ? ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, അവർ വന്ന ചരിത്രം, അവർ പഠിപ്പിച്ചത്, അവരവിടെ പ്രസംഗിച്ചത്, ഇതൊക്കെ ചരിത്രങ്ങളല്ലേ? ജീവിച്ചിരിക്കുന്ന ചരിത്രം കഴിഞ്ഞില്ല. ഇതൊക്കെ നമ്മൾ കാണിച്ചതാണ്, വിശദമായി ആ സംസാരമൊക്കെ കൊണ്ടുവന്നതാണ്. അവിടെ ഇല്ലാത്ത ആലിമീങ്ങൾ തന്നെ ചുരുക്കാം. അരീക്കാടായതുകൊണ്ട് ഞാൻ ഒന്നുകൂടി കൊണ്ടുവരാം. എന്നാൾ കണ്ടില്ലേ, ഉമർ അലി ശിഹാബ് തങ്ങൾ പ്രസംഗിക്കുന്നു, അതിന് ശേഷം ചെറുശ്ശേരി സൈനുദ്ദീൻ ഉസ്താദ് പ്രസംഗിക്കുന്നു. ചെറുശ്ശേരി ഉസ്താദ് പ്രസംഗിക്കണേ അതേ വേദിയിലാണ്. ചെറുശ്ശേരി സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ അവിടെ വന്ന് പ്രസംഗിച്ചില്ലേ? പ്രസംഗിക്കാൻ പ്രസംഗിച്ചു. ശരി തന്നെയല്ലേ? പ്രസംഗിച്ചു കൊടുക്കണേ, ചങ്ങായിക്ക് പറഞ്ഞു കൊടുക്കണം. സുലൈമാൻ ബാബുക്ക് ഇൽമില്ലല്ലോ, അപ്പൊ പറഞ്ഞു കൊടുക്കണ്ടേ? അതിനുവേണ്ടി ചെറുശ്ശേരി ഉസ്താദിനോട് ക്ഷണിച്ചു. ചെറുശ്ശേരി ഉസ്താദ് പ്രസംഗിച്ചു. പിന്നെ ഒരു അതിഥി എന്നുള്ള നിലക്ക് ആ വീട്ടിൽ കയറി ചെന്നു. അതിൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ചെന്നു, അതേമാതിരി ചെറുശ്ശേരി ഉസ്താദും ചെന്നു. ഇനി വേപ്പൂര് കാതി, ഇതൊക്കെ ഒരേ പരിപാടി കേട്ടോ. പിന്നെ ചെന്നതല്ല, ഒരേ പരിപാടിയാണ്. എന്നിട്ടോ അങ്ങനെ കാണിക്കുമ്പോൾ അത് വേറെ വേറെ പരിപാടിയായിട്ട് കാണിക്കുക. ആരെ പൊട്ടനാക്കണേ? ഞങ്ങളൊക്കെ അന്നം തിന്നണോലാടാ. ആ രംഗം നമുക്കൊന്ന് കാണാം. അവരന്ന് ഇരുത്തിയിട്ട് ബേപ്പൂർ കാലി അടക്കമുള്ളവർക്ക് ആ കാര്യം പറഞ്ഞു കൊടുക്കുന്ന ഭാഗം വെച്ചു കൊടുക്കുക. CBI ഡിപ്പാർട്ട്മെന്റ് അതെന്തോ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ബേപ്പൂർ കാലി അടക്കമുള്ളവര് ഉണ്ടാകുന്ന എല്ലാ നേതാക്കന്മാരും ഉണ്ടാവില്ലേ? എല്ലാവരും ഉണ്ടാവും. എല്ലാ നേതാക്കന്മാരും അങ്ങനെ ഒരു പരിപാടിക്ക് ക്ഷണിക്കപ്പെട്ട ആ വീട്ടിലേക്ക് വരൂലേ? ആ വന്നു കഴിഞ്ഞാൽ ആ വീട്ടുകാരനുമായി കൊണ്ട് സംസാരിക്കും. അതിൻ്റെ നേതൃത്വം നൽകുന്ന ആളാണ്, ആളുമായി കൊണ്ട് സംസാരിക്കും. അത് സുലൈമാൻ ബാബേക്കാരം. അതുകൊണ്ടാണ് സുലൈമാൻ ബാബയുമായി കൊണ്ടാ സംസാരിക്കുന്നത്. എന്നാൽ ഈ പരിപാടി, ഈ വേപ്പൂർ കാദിയാവട്ടെ, ചെറുശ്ശേരി ഉസ്താദാവട്ടെ, ഉമർ അലി ശിഹാബ് തങ്ങളാവട്ടെ, ഇവരൊക്കെ ചെന്നിക്കുന്നത് ഒരേ ഒരു പരിപാടിയിലാണ്. ഈ വേപ്പൂർ കാദിയുമായി കൊണ്ട് സംസാരിക്കുമ്പോൾ ചെറുശ്ശേരി ഉസ്താദിൻ്റെ പ്രസംഗം അതിൻ്റെ ഉള്ളിൽ കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടി ശ്രദ്ധിച്ചാൽ മതി, കേൾക്കുന്നുണ്ട്. അതോ കട്ട് ചെയ്യാതെയാണ് വിട്ടുക്കുന്നത്. അത് കട്ട് ചെയ്ത് കണ്ടാണെങ്കിൽ എന്ത് ചെയ്തിരുന്നു? നമുക്കവിടെ ആകെ കൺഫ്യൂഷനായിരുന്നു. ഉള്ളിൽ കൂടി അത് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരേ ഒരു പരിപാടിയിലാണ് ഇവർ ചെല്ലുന്നത്. ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ചെന്ന് സംസാരിക്കും. അത് ഉറപ്പല്ലേ? അതിന് തർക്കമൊന്നുമില്ലല്ലോ. ഇവര് വേപ്പൂര് കാദി ഒറ്റക്ക് ഈ സുലൈമാനെ കാണാൻ വേണ്ടി കൊണ്ട് ചെന്നതായിട്ട് എനിക്ക് തെളിയിക്കാൻ കഴിയോ? വിടാൻ കഴിയോ? ഈ ക്ലിപ്പല്ലാതെ സുലൈമാൻ്റെ അടുത്തേക്ക് സുലൈമാനെ കാണാനായിട്ട് ചെന്നത് എനിക്ക് വിടാൻ കഴിയോ? അല്ലെങ്കിൽ ചെറുശ്ശേരി ഉസ്താദ് സുലൈമാനെ കാണാനായിട്ട് ചെന്നത് എനിക്ക് വിടാൻ കഴിയോ? അതല്ലെങ്കിൽ ഉമർ അലി ശിഹാബ് തങ്ങൾ സുലൈമാനെ കാണാനായിട്ട് ചെന്നത് എനിക്ക് വിടാൻ കഴിയോ? ധൈര്യം ഉണ്ടെങ്കിൽ വിടടാ. കാരണം അവർ ചെല്ലൂല. കാരണം എന്തുകൊണ്ട് അറിയോ? അക്കാലഘട്ടത്തിൽ തന്നെ ശക്തമായിട്ട് ശംസുൽ ഉലമ സുലൈമാനെ ആട്ടിയടിക്കണമെന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് കുട്ടിയാസൻ ദാരിമി പറയുന്നുണ്ട്. ഈ പറയപ്പെട്ട സുലൈമാനെ പറ്റിക്കൊണ്ട് കുട്ടിയാസൻ ദാരിമി ശംസുൽ ഉലമ പറഞ്ഞതെന്ന് കേട്ടോ. വയനാട്ടിൽ ഒരു വലിയ മഹാനായ കൽപ്പറ്റ സുഫിയാജിന്റെ വീട്ടില് അവിടെ ഒരു പ്രോഗ്രാമിന് ശംസുൽ ഉലമ ചെന്നപ്പോൾ കണ്ടോ, ശംസുൽ ഉലമ ഒരു പ്രോഗ്രാമിന് ചെന്നപ്പോൾ അവിടെ ഒരു ഔലിയുണ്ട്. വയനാട്ടിൽ സൂഫിയാജിന്റെ വീട്ടിലൊരു ഔലിയുണ്ട്. എന്ന മാതിരി അത് ശംസുൽ ഉലമക്ക് ശംസുൽ ഉലമന്റെ കറാമത്തുകൊണ്ട് കള്ളനാണെന്നുള്ള ബോധ്യപ്പെട്ടു. അപ്പൊ ശംസുൽ ഉലമ എന്ത് ചെയ്തു? ആ വിഷയം ആട്ടി ഓടിച്ചു. മറ്റവർക്ക് അത് ബോധ്യപ്പെട്ടില്ല. അപ്പൊ അവര് കാണാൻ വേണ്ടി ചെന്നു. അത്രേ ഉള്ളൂ. അതില് അവിടെ സൂഫിയാജി പറഞ്ഞു, ഇവിടെ ഒരു ഔലി ഇരിക്കുന്നുണ്ട് അപ്പുറത്തെ റൂമില്, എത്ര ദിവസമായി വന്നിട്ട്, ഒരാഴ്ചയായി, അവനെങ്ങോട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ സൂഫിയാജി വരക്കാൻ തുടങ്ങി. ഔലിയല്ലേ അവന്ന് വിളിക്കുക. ആ സൂഫിയാജിന്റെ പണിയാണ് ഇപ്പൊ നൗഷാദ് എടുത്തുകൊണ്ട് എടുക്കുന്നത്. അവന്ന് വിളിച്ചേ അങ്ങനെ കാട്ടി ഇങ്ങനെ. കാരണം എന്താന്ന് വെച്ചാല് ഈ സൂഫിയാജി അവന്ന് ശംസുൽ ഉലമ അവന്ന് വിളിച്ചപ്പോ അവനങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞപ്പോ ഔലിയനെ അവന്ന് വിളിക്കേ. ശംസുൽ ഉലമന്റെ കറാമത്ത് എങ്ങായി? ശംസുൽ ഉലമന്റെ കറാമത്ത് കൊണ്ട് കള്ളനാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ശംസുൽ ഉലമ അവനങ്ങോട്ട് വിളിക്കുക പറഞ്ഞത്. ഈ പറയപ്പെട്ട പരിപാടിയിലെ ഉമർ അലി ശിഹാബ് തങ്ങൾ പോയി, ബേപ്പൂര് കാദി പോയി, ചെറുശ്ശേരി ഉസ്താദ് പോയി. ഇവർക്കൊന്നും എന്ത് ചെയ്യില്ല, ആ സുലൈമാന്റെ ഉള്ളറിഞ്ഞില്ല. ശംസുൽ ഉലമക്ക് ചങ്ങായിന്റെ ഉള്ളു മനസ്സിലായി. അതാണ് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ
കൽഭാഗമെന്നോവർ. അതാണ് ശംസുലുലമ. ശംസുലമൊക്കെ അവിടെ ചെന്നപ്പോ തന്നെ മനസ്സിലായി ഇവിടെ എന്തോ ഒരു നാറ്റുണ്ട്, ഇവിടെ എന്തോന്ന് നാറ്റുണ്ട്, ഇവിടെ എന്തോന്ന് ചത്തിട്ടുണ്ട്. അത് പെച്ചായ എലിയ കീരിയാന്നൊന്നും അറിയില്ല, എന്തോന്ന് ചത്തിട്ടുണ്ട് എന്ന് നാറ്റുണ്ട് എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് സൂഫിയാജി ഇവിടെ രൗലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഓൻ അങ്ങോട്ട് വിളിക്കടാ പുറത്തേക്ക് എന്ന് പറഞ്ഞത്. പുറത്തേക്ക് വിളിച്ചിട്ട് ഓനോട് ചോദ്യം ചെയ്യണ ചോദ്യം കേട്ടോളി. ആരെ വിളിക്കുന്നത്? ശംസുലുലമ. മോനോട് ഇവിടെ വരാൻ പറയുന്നു. അവനെ ശംസുലുലമ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പച്ചപ്പൊതപ്പെട്ടിട്ട് ഒരു മിനിറ്റ് ഉസ്താദെ, അവിടെ പച്ചപ്പൊതപ്പുണ്ടല്ലോ, ആ പച്ചപ്പൊതപ്പ് ഇപ്പൊ കോമാട്ട് ചാലിൽ അബ്ദുള്ളാക്ക് കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ തുണി തന്നെ എടുക്കണ വല്യമ്മാന്തരം. കാരണം ഇപ്പൊ ഒരു കോളാമ്പിയും സിഗരറ്റും മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അങ്ങനെ ഇരിക്കരുത്. ബാക്കി ഔലിയായി ചമഞ്ഞു നിൽക്കുന്ന വ്യക്തി മീനങ്ങാടി സുലൈമാൻ ഔലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന കള്ള ഔലിയയാണ്. ശൈഖുനായുടെ റൂമിലേക്ക് മീനങ്ങാടി സുലൈമാൻ വന്നപ്പോൾ ശൈഖുന ശംസുലുലമ ചോദിച്ചു. എന്താണ് ചോദ്യം? എടാ, നീ അസർ നിസ്കരിച്ചിട്ടുണ്ടോ? ഇവൻ കണ്ടോ, ഈ മീനങ്ങാടി സുലൈമാൻ എന്ന് പറഞ്ഞ ഈ സുലൈമാൻ ബാവ, സുലൈമാൻ ഈ ചങ്ങായി ശംസുലുലമന്റെ മുന്നിക്കണ് വരലോട് കൂടെ ശംസുലുലമ ചോദിച്ചാടാ അസർ നിസ്കരിച്ചിക്കണോന്ന്. ശംസുലുലമന്റെ താടിയൊക്കെ പാടം കിട്ടും ബറപ്പിച്ചിട്ട് അസർ നിസ്കരിച്ചിക്കണോ, ഔലിയാണെന്ന് പറഞ്ഞ കുത്തിർക്ക് അസർ നിസ്കരിച്ചിക്കണോന്ന് ബറച്ചില്ലേ. അതാ പറയുന്നത്. ബാക്കി ശംസുലുലമയുടെ സിംഹഗർജനമാണ്. താടി ബറപ്പിച്ചുകൊണ്ടുള്ള ചോദ്യം കേട്ടപ്പോൾ സുലൈമാൻ ഔലിയ തളർന്നുപോയി. സൂഫിയാജിയോട് ശംസുലുലമ അടിച്ചിറക്കൂ അവനെ. മറിയിൽ ആരാന്റെ കൂട്ടില് കോയി തിന്നാൻ നടക്കുന്ന കള്ള ഔലിയ ചമഞ്ഞവനാണ്, അടിച്ചിറക്കൂ അവനെ. അങ്ങനെ അവൻ അടി കിട്ടിയിട്ട് കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നു. ഇപ്പൊ ഞങ്ങൾ കണ്ടോ, ശംസുലുലമ പറഞ്ഞു സൂഫിയാജിനോട് അസർ നിസ്കരിച്ചാത്ത അമുക്കാണോനെ ആട്ടി അടിച്ചടാ ഓനെ അവിടുന്ന്. അടിച്ചാട്ടി വിടുകയെന്നു. ആരാന്റെ കൂട്ടിലുള്ള കോഴി തിന്നാൻ നടക്കണ ഹയവാനാണോ അവന്. ഓൻ അവിടുന്ന് ആട്ടി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ സൂഫിയാജി ആട്ടി അടിച്ചു. സൂഫിയാജി ശംസുലുലമന്റെ വാക്ക് കേട്ടുമ്പാട് പിന്നെ മറന്നുപോയി. എന്ത്? ഔലിയ എന്നുള്ള സ്ഥാനം മറന്നുപോയി. സൂഫിയാജി കിട്ടിയ വടി മടക്കനായിരുന്നു ഉണ്ടായിരുന്ന മുറ്റത്ത്, ആദ്യമായിട്ട് അങ്ങോട്ട് അടിച്ചിട്ട് കിട്ടിയ വണ്ടിക്ക് പിന്നെ എന്ത് സുലൈമാൻ പാഞ്ഞു. അങ്ങനെ ഇവിടുന്ന് പിന്നെന്ത് ചെയ്തു, അവിടെ ചാത്തമംഗലം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ടോ അത്ര കോഴിക്കോട് ജില്ലയിൽ, അവിടെ ആയിരുന്നു പിന്നെ പോയി കുത്തെറിഞ്ഞേന്നാണ്. പിന്നെ ബാക്കി എന്ത് ചെയ്യണത് നമ്മളെ കുട്ടി ഹസൻ ദാരിമി പറയണേ. അപ്പം ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, ഈ കുട്ടി ഹസൻ ദാരിമി ഈ പറഞ്ഞ ഈ സുലൈമാൻ ബാബയാണ് ഈ നൗഷാദ് ഈ പറയുന്ന വലിയ, പ്രത്യേകിച്ച് മനസ്സിലാക്കണം, നൗഷാദ് ഈ പറയുന്ന മശായിഖന്മാരുടെ നിർദ്ദേശം കൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്, മശായിഖന്മാരാണ് ഞങ്ങളുടെ നേതാവ് എന്ന് പറയുന്ന ഈ മശായിഖിൻ്റെ നേതാവ് ആരാണ്? ഈ സുലൈമാൻ ബാബയാണ്. ഈ സുലൈമാൻ ബാബൻ്റെ അവിടുത്തെ ഒരു പരിപാടിക്ക്, സുലൈമാൻ ബാബ ഇരിക്കുന്ന അവിടെ സൂഫിയാജിൻ്റെ അവിടുത്തെ ഒരു പരിപാടിക്ക് ശംസുലുലമനെ ക്ഷണിച്ചു. ശംസുലുലമ ചെന്നു. ശംസുലുലമ ചെന്നപ്പോൾ ആ പരിപാടി കഴിഞ്ഞുകൊണ്ട് ഇറങ്ങാൻ നേരത്ത് ശംസുലുലമനോട് പറഞ്ഞു, ഇവിടെ ഒരു ഔലിയ ഉണ്ട് പറഞ്ഞു. ഔലിയ? എന്നാൽ ഓനങ്ങോട്ട് വിളിച്ചേ പറഞ്ഞു. ഓനെന്ന് പറഞ്ഞപ്പോൾ തന്നെ സൂഫിയാജി ആകെ ബേജാറായി. ഔലിയനെ ഓനെന്ന് വിളിച്ചേ. എന്നിട്ട് വിളിച്ച് ശംസുലുലമൻ്റെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ ശംസുലുലമ പറഞ്ഞു, എടാ അസർ നിസ്കരിച്ചിക്കണോ? അപ്പം പിന്നെ ഉരുണ്ട് കളിച്ചും പാടെ എന്ത് ചെയ്തു, ശംസുലുലമ പറഞ്ഞു സൂഫിയാജിനോട് അസർ നിസ്കരിച്ചാത്ത അമ്മിനെ ഇവിടെ താമസിപ്പിക്കണത് ആട്ടിത്തല്ലോനായിരുന്നു. അങ്ങനെ സൂഫിയാജി എന്ത് ചെയ്തു, ആകെ ശംസുലുലമൻ്റെ വാക്ക് കേട്ടുകാണ്ട് ആട്ടി വിട്ടു. ഈ പറയപ്പെട്ട വ്യക്തിയാണ് ഈ സുലൈമാൻ ബാബ എന്ന് പറഞ്ഞ ഇവരുടെ മശായിഖന്മാരുടെ നിർദ്ദേശത്തിൽ പറഞ്ഞ ഔലിയ. മനസ്സിലായ നിങ്ങൾക്ക്? ഇവിടെയാണ് പിന്നെ ഉമർ അലി ശിഹാബ് തങ്ങളും ചെറുശ്ശേരി ഉസ്താദും വേപ്പൂര് ഖാദിയും ചെന്ന ഈ സംഗതി പറയുന്നത്. അവിടെ എന്താണെന്ന് വെച്ചാൽ ഈ സുലൈമാൻ ബാബനെ കാണാൻ വേണ്ടി കൊണ്ട് ചെന്നതല്ല. അവിടെ ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ വേണ്ടി കൊണ്ടുപോയി. ചെന്നപ്പോൾ ശംസുലുലമ ചെന്നതുപോലെ തന്നെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ സംബന്ധിച്ചു കണ്ട് പിന്നെന്ത് ചെയ്തു, ഈ പിന്നെ എല്ലാവർക്കും കറാമത്തുണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. ശംസുലുലമ കറാമത്ത് കൊണ്ട് കണ്ടറിഞ്ഞു കള്ളനാണെന്നുള്ളത്. ഇവർക്ക് അത്ര പിടുത്തം കിട്ടിയില്ല. അപ്പോൾ ഇവിടെ ഒരു പിന്നെ ഔലിയ ഉണ്ട് എന്ന് അറിയുമ്പോൾ ഇവരവിടെ ചെന്ന് തരുന്നു. അയാൾ പറയണൊക്കെ കേട്ടുകാണ്ട് പോന്നു. അതല്ലാതെ ഇയാളെ കാണാനായിട്ട് പോയതായിട്ട് നൗഷാദെ അനക്ക് തെളിയിക്കാൻ കഴിയോ?
ഇതർ ഉമർ അലി ശിഹാബ് തങ്ങളോ ചെറുശ്ശേരി ഉസ്താദോ വേപ്പൂര് ഖാദിയോ ഇവർ പോയതായിട്ട് തെളിയിക്കാൻ കഴിയുമോ? എന്നെ വെല്ലുവിളിക്കുകയാണ്. ഇജ് ജനങ്ങളെ പൊട്ടനാക്കരുത് കേട്ടോ, ഇത് ഞങ്ങൾ പുറത്തേക്ക് ഇടുക തന്നെ ചെയ്യും, ഇജ് ഞങ്ങളെ കൊണ്ട് ഇടിയിച്ചിട്ടാണ്. അതല്ലെങ്കിൽ ഇജ് സ്റ്റേജ് എട്ടിയിട്ട് ആദർശ സമ്മേളനം എന്ന് പറയുകയാണെങ്കിൽ ഇജ് നല്ലൊരു കിതാബ് കൊണ്ടുപോയിട്ട് എൻ്റെ ആയത്തും ഹദീസുമാണ് വിശദീകരിച്ച് ജനങ്ങൾക്ക് ഈ നിത്യമായി കൊണ്ട് ചെയ്യേണ്ട കാര്യം പറഞ്ഞു കൊടുക്കുക. അതല്ലാതെ സംഘടനയിൽ കയറി കളിക്കുകയോ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെ തൊട്ട് കളിക്കുകയോ ചെയ്താൽ ഞങ്ങൾ അവസാന ശ്വാസം വരെ ഞങ്ങൾ എന്ത് ചെയ്യും? ഈ രൂപത്തിൽ തന്നെ പൊരുതും. അവിടെ ഞങ്ങൾക്കൊരു ബേജാറുമില്ല. അത് ഞങ്ങൾക്ക് എന്താണെങ്കിലും ശരി, അത് മനസ്സിലായിക്കോ.